വെള്ളാപ്പള്ളി നടേശൻ ചിട്ടിക്കമ്പനിയിൽ നിന്നും 23 കോടി രൂപയുടെ കള്ളപ്പണം കടത്തിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ബെൽ ചിറ്റ്സിന്റെ മറവിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ തദ്ദേശം 2015 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ബെൽ ചിറ്റ്സ് എന്ന ചിട്ടി കമ്പനിയുടെ മറവിൽ വെള്ളാപ്പള്ളി നടേശനും കുടുംബവും നിയമം ലംഘിച്ച് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് കഴിഞ്ഞ ദിവസം പീപ്പിൾ TV വെളിപ്പെടുത്തിയിരുന്നു. കേന്ദ്ര ചിട്ടി നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 23 കോടി രൂപയുടെ രേഖകളില്ല എന്ന് വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കള്ളപ്പണം കടത്താൻ ഇതൊരു സ്രോതസ്സായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം എന്നുള്ളതാണ്. കള്ളപ്പണം ഇങ്ങോട്ട് വരാം, അങ്ങോട്ടും പോകാം. എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. കള്ളപ്പണം പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് വെള്ളാപ്പള്ളി. പ്രധാനമന്ത്രിയാണല്ലോ BJPയുടെ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലക്ക് വെള്ളാപ്പള്ളി നടേശനെ സ്വീകരിച്ചുവെന്ന് നമ്മൾ കേട്ടത്. കള്ളപ്പണത്തിനെതിരെ വേട്ടക്കിറങ്ങിയിട്ട് കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നൊരു സ്ഥാപനത്തിൻ്റെ മറയത്ത് നിൽക്കുന്ന പരമാധികാരിയെ ഇവിടെ പിന്താങ്ങുന്ന നില ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്നതാണോ എന്നത് അദ്ദേഹം പരിശോധിക്കണം. നേരത്തെ വെള്ളാപ്പള്ളിക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രക്ഷിക്കാനായി ഒരു കേന്ദ്രമന്ത്രി വെള്ളാപ്പള്ളിയുടെ വീടിന്റെ ഉമ്മറത്തെത്തിയ കാര്യം പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്. വെള്ളാപ്പള്ളി നടേശനും കുടുംബവും നടത്തുന്ന ബെൽ ചിട്ടി തട്ടിപ്പിനെ കുറിച്ച് തുഷാർ വെള്ളാപ്പള്ളിക്ക് മൗനം. പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന ഓഡിറ്ററുടെ ഗുരുതര പരാമർശങ്ങളെക്കുറിച്ച് തുഷാർ പ്രതികരിച്ചില്ല. എന്നാൽ പീപ്പിൾ TVക്കെതിരെ തുഷാർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഞാൻ എത്രയോ പ്രാവശ്യം വെല്ലുവിളിച്ചു. നമ്മുടെ സോദരിക്ക് ഏറ്റവും മുമ്പിൽ ഒരു കണ്ടീഷനില്ലാതെ പോകാൻ ഞാൻ തയ്യാറാണ്. ഇവരൊക്കെ വരാൻ തയ്യാറാണെന്ന് ചോദിച്ചാൽ എന്താ ഇതിന്റെ കൈവറയ്ക്കുന്നത്? ബിജു രമേശന് എന്തുകൊണ്ട് കൈവറയ്ക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ ആളുകളെ ഇറക്കി ഈ രാജ്യത്ത് യുദ്ധം ചെയ്താൽ ഇവിടെ നമ്മളെല്ലാം പൊട്ടന്മാരായി പേടിച്ചോടുമെന്നാണ് ഇവർ ധരിച്ചതെങ്കിൽ ഇന്റർനാഷണൽ അബദ്ധം. അത് കഴിഞ്ഞപ്പോൾ അടുത്ത കഥയുമായി 2 ദിവസം മുമ്പ് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്റെ പാർട്ണർ വിളിച്ചു. അതിനെക്കുറിച്ച് ഏതാണ്ട് 2 മണിക്കൂർ ഉണ്ടാക്കിയ കഥ. SNDPയുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ ഡിസംബറിൽ നടത്തുന്ന മഹാസംഗമം RSSന് വേണ്ടിയാണെന്ന് പിണറായി വിജയൻ. മതനിരപേക്ഷത തകർക്കാനുള്ള ശ്രമത്തെ ശ്രീനാരായണീയർ തിരിച്ചറിയുമെന്ന് പിണറായി പറഞ്ഞു. റാന്നിയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നത് പോലെ ശ്രീനാരായണ ധർമ്മം അംഗീകരിക്കുന്നവരെ അത്ര എളുപ്പത്തിൽ RSSന്റെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ചില്ലറ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ എന്ന് ശ്രീനാരായണീയർ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് നോക്കി പറയുന്ന കാലമാണ് ഇത്. അത് പലയിടത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ഷീണവും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തിപ്പോൾ പ്രകടമാവുന്നുണ്ട്. ഇപ്പോൾ ഡിസംബറിൽ ഒരു മഹാ റാലി നടത്തും, സംഗമം നടത്തും എന്നെല്ലാം വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് SNDPയുടെ സംഗമമല്ല, അത് RSSന്റെ ശാക്തീകരണത്തിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ രൂപീകരിക്കുന്ന പാർട്ടിയുടെ വിളംബരത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാനാണ് നോക്കുന്നത്. RSSന്റെ അടുത്ത ആക്രമണം പട്ടികജാതിക്കാർക്ക് നേരെയാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ സംവരണം അട്ടിമറിക്കുകയാണെന്നും പിന്നാക്ക സംവരണത്തിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്നും കോടിയേരി പറഞ്ഞു. SNDP നേതൃത്വം പ്രതിനിധാനം ചെയ്യുന്നത് സമ്പന്ന വിഭാഗത്തെ ആയതിനാലാണ് സംവരണ വിരുദ്ധ നയം സ്വീകരിക്കുന്ന BJPയുമായി കൂട്ടുകൂടാൻ വെള്ളാപ്പള്ളി തയ്യാറാവുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ISISന്റെ ഇന്ത്യൻ രൂപമാണ് RSS എന്നും വരും ദിവസങ്ങളിൽ പട്ടികജാതിക്കാരും ഇവരുടെ ആക്രമണങ്ങൾക്ക് ഇരയാവുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പിന്നോക്ക സമുദായത്തിൽ സംവരണം ലഭ്യമാകുന്ന വിഭാഗങ്ങളിൽ മേത്തട്ട് വിഭാഗത്തിന് ഇപ്പോൾ സംവരണമില്ല. ക്രിമിലെയർ വിഭാഗത്തിന് ഇന്ന് സംവരണമില്ല. SNDP നേതൃത്വം പ്രതിദാനം ചെയ്യുന്നത് ആ സമുദായത്തിലെ ക്രിമിലെയർ വിഭാഗത്തെയാണ്. അതുകൊണ്ടാണ് SNDP നേതൃത്വം സംവരണ പ്രശ്നം ഇപ്പോൾ കാര്യമായി മുന്നോട്ട് വെക്കാത്തത്. SNDPയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന പുതിയ പാർട്ടി RSSലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള വഴിയമ്പലമായി മാറും. കണ്ണൂരിൽ UDF പ്രവർത്തകരെ CPIM ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുകയാണെന്ന K. സുധാകരന്റെ ആരോപണത്തിനുള്ള കോടിയേരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. നോമിനേഷൻ കൊടുക്കാൻ പോലും ആളെ കിട്ടാതെ വന്നപ്പോൾ ജാല്യം മറക്കാനുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ
വെറും പ്രചരണം മാത്രമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. സംസ്ഥാനത്ത് LDFന്റെ 19 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടുമെന്നതിന്റെ സൂചനയാണിതെന്നും എറണാകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയം 27% സംവരണം ഉദ്യോഗ നിയമനത്തിൽ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ സംവരണം നടപ്പിലാക്കി കേന്ദ്ര സർവീസിൽ സംവരണം നടപ്പിലാക്കിയിട്ട് 25 വർഷം കഴിഞ്ഞു. ഇന്നും കേന്ദ്ര സർവീസിൽ ജോലിയെടുക്കുന്നവരുടെ കണക്കെടുത്താൽ 17% മാത്രമാണ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ കേന്ദ്ര സർവീസിൽ ഇന്ന് തൊഴിൽ കിട്ടിയവർ. 27% സംവരണം പിന്നോക്ക സമുദായത്തിന് പ്രഖ്യാപിച്ച ഈ രാജ്യത്ത് 25 വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. സാമൂഹ്യനീതി എവിടെ? എന്നിട്ടാണ് ഈ സംവരണം തന്നെ എടുത്തു കളയണം എന്ന ആവശ്യവുമായി RSSന്റെ തലവൻ മോഹൻ ഭാഗവത് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇതിനെതിരായി ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ അവനെ വെടിവെച്ച് കൊല്ലുന്ന സ്ഥിതിവിശേഷമാണ് നാളെ ഇവിടെ വരാൻ പോകുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സമീപനമുണ്ട്. സംവരണം എടുത്തു കളയുന്ന ഒരു നീക്കത്തിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൂട്ടുനിൽക്കാൻ പോകുന്നില്ല. അതോടൊപ്പം മുന്നോക്ക സമുദായത്തിലും വളരെ പാവപ്പെട്ടവരുണ്ട്. പീപ്പിൾ ഇംപാക്ട് ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷണ നടപടികൾ ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കി. ബിജു രമേശ് അടക്കം ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കും. ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബിജു രമേശിന്റെ മൊഴിയെടുക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ബിജു രമേശിനെ കൂടാതെ ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ എല്ലാവരുടെയും മൊഴി ക്രൈംബ്രാഞ്ച് പ്രത്യേകം രേഖപ്പെടുത്തും. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ. ഇവരുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുമ്പോൾ തന്നെ അന്വേഷണം വൈകാനാണ് സാധ്യത. ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് പുനരന്വേഷണ സാധ്യത തേടാനാണ് സർക്കാർ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശാശ്വതീകാനന്ദയുടെ മരണത്തെക്കുറിച്ച് ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങളും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് പലരും നടത്തിയ വെളിപ്പെടുത്തലുകളുമെല്ലാം വലിയ ചർച്ചയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജഡ്ജി നിയമനത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ സുപ്രീം കോടതി റദ്ദാക്കി. സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി. ജഡ്ജി നിയമനത്തിനായ കൊളീജിയം സംവിധാനം തുടരാനും 5-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. 1998 നടപ്പിൽ വന്ന കൊളീജിയം സംവിധാനം മാറ്റി ജഡ്ജി നിയമനത്തിനായി ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ NDA സർക്കാരാണ് കൊണ്ടുവന്നത്. കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയടക്കം 6 പേരടങ്ങുന്ന കമ്മീഷന് ജഡ്ജി നിയമനം നടത്താനായി ഭരണഘടനാ ഭേദഗതി വരുത്തി വിജ്ഞാപനമിറക്കുകയും ചെയ്തു. ഇതാണിപ്പോൾ സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് റദ്ദാക്കിയത്. കേന്ദ്ര സർക്കാർ നടപടി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കമ്മീഷൻ നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ജസ്റ്റിസുമാരായ JS ഖേഹർ, മദൻ ബി ലോക്കൂർ, J ചലമേശ്വർ, കുര്യൻ ജോസഫ്, AK ഗോയൽ എന്നിവർ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കമ്മീഷൻ നിയമനത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയും റദ്ദാക്കി. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിനായി നിലവിലുള്ള കൊളീജിയം സംവിധാനം തുടരാനും വിധിന്യായത്തിൽ പറയുന്നു. എന്നാൽ കൊളീജിയം സംവിധാനത്തിലും കാലോചിതമായ ഭേദഗതി വരുത്തണം. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അടുത്ത മാസം 3 മുമ്പ് നൽകാൻ ഹർജിക്കാരോടും കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസ് 7-അംഗ ബെഞ്ചിന് വിടണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യം സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് നിയമനത്തിൽ സുപ്രീം കോടതിയുടെ അപ്രമാദിത്വം തകർക്കാനും സർക്കാർ ഇടപെടൽ നടത്താനുമാണ് ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇത് സർക്കാരും ജുഡീഷ്യറിയും തമ്മിലുള്ള നേരിട്ടുള്ള തർക്കത്തിനുമിടയാക്കിയിരുന്നു. ഇപ്പോൾ കടുത്ത വിമർശനത്തോടെ കമ്മീഷൻ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത് കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോകായുക്തയിൽ വീണ്ടും തർക്കം. ബാർ കേസുമായി ബന്ധപ്പെട്ട ഫയൽ തനിക്ക് നൽകേണ്ടെന്ന് ലോകായുക്ത നിർദ്ദേശിച്ചതായി ഉപലോകായുക്ത. എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ലോകായുക്ത മറുപടി നൽകി. അതേസമയം ലോകായുക്തയിലെ ചക്കളത്തി പോരാട്ടം ഈ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയേക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ബാർ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഫയലുകൾ തനിക്ക് നൽകാത്തതിനെ തുടർന്ന് ഉപലോകായുക്ത ജസ്റ്റിസ് KP ബാലചന്ദ്രൻ വിവാദ പരാമർശം നടത്തിയത്. ഇന്നും ഈ തർക്കം ലോകായുക്തയിൽ തുടർന്നു. ബാർ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ തനിക്ക് നൽകേണ്ടെന്ന് ലോകായുക്ത നിർദ്ദേശിച്ചതായി ഉപലോകായുക്ത പറഞ്ഞു. ഉദ്യോഗസ്ഥരാണ് തന്നോടിത് പറഞ്ഞതെന്നും ഉപലോകായുക്ത വ്യക്തമാക്കി. എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ലോകായുക്ത മറുപടി നൽകി.
രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ കോടതിയിൽ വെച്ച് തുറന്നാൽ മതിയെന്ന് രജിസ്ട്രാർ നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യം അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ലോകായുക്ത പറഞ്ഞു. അതേസമയം തന്റെ കഴിഞ്ഞ ദിവസത്തെ SC പ്രയോഗം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ അവഹേളിച്ചതല്ലെന്ന് ഉപലോകായുക്ത വിശദീകരിച്ചു. എന്നാൽ ലോകായുക്തയിൽ നടക്കുന്ന ചക്കളത്തി പോരാട്ടം ഈ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ലോകായുക്തയുടെ നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതായി. അഴിമതിക്കെതിരെ പ്രതികരിക്കേണ്ട ലോകായുക്ത അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയെടുക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് ദൂരവ്യാപകമായ ദൂഷ്യഫലമുണ്ടാക്കുമെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം DCC ഓഫീസിൽ സംഘർഷം. DCCയിലേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകർ നേതാക്കൾക്ക് നേരെ കസേര വലിച്ചെറിഞ്ഞു. പണം വാങ്ങി സീറ്റ് നൽകിയെന്ന് ആരോപിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കരിക്കോട് നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് DCC ഹാളിലുണ്ടായിരുന്ന കരുണാകരൻപിള്ള, KC രാജൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ കസേര വലിച്ചെറിഞ്ഞും ഡെസ്കിലടിച്ചും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പണം വാങ്ങി നേതാക്കന്മാർ സീറ്റുകൾ വിൽക്കുകയായിരുന്നുവെന്ന് അവർ ആരോപിച്ചു. 40 വർഷമായിട്ട് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഉറാഷ് കുമാറിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ഇന്നാൾ വന്നു കയറിയ കോൺഗ്രസ് ഭവനിൽ വന്നു കയറിയ ഒരാൾക്ക് സീറ്റ് കൊടുത്തു. 2 ലക്ഷം രൂപ കൊടുത്തതിന്റെ രേഖയുണ്ട്. യുവാക്കളെ തഴഞ്ഞെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും DCCക്ക് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തി. പണച്ചാക്കുകൾക്ക് വേണ്ടി മാത്രം സീറ്റ് കച്ചവടം നടത്തുന്ന ഒരു പറ്റം കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൊല്ലം DCCയിലുണ്ട്. അവിടെ എല്ലാ മുതിർന്ന KSU പോട്ടെ യൂത്ത് കോൺഗ്രസുകാരെ പോലും കോർപ്പറേഷനിൽ പരിഗണിച്ചിട്ടില്ല. ഒരു സീറ്റിൽ പോലും കോർപ്പറേഷനുകളിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിച്ചു. തീരദേശ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് DCCയിലെത്തി മുന്നറിയിപ്പ് നൽകിയതോടെ നേതാക്കന്മാർ അക്ഷരാർത്ഥത്തിൽ ഭയപ്പാടിലാണ്. ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങൾക്കും പരിഹാരം കാണാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതായി പരാതി ലഭിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ K. ശശിധരൻ നായർ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു പരാതിയും കമ്മീഷന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ആ രീതിയിലുള്ള പരാതിയും വന്നിട്ടില്ല. അതേ സംബന്ധിച്ച് ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 66% പേർ വോട്ട് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, ആദ്യഘട്ടത്തിൽ സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു വോട്ടെടുപ്പിൽ. ഇത് BJPയെ വലിയ തോതിൽ അങ്കലാപ്പിലാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ 66% എന്നാണ് പറയുന്നത്. രണ്ടാം ഘട്ടത്തെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? അരുൺ, ഇന്ന് രാവിലെ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വളരെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഉച്ചവരെ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഒരു നേരിയ മന്ദത വോട്ടിംഗിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ലഭിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 4 മണി വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് പ്രകാരം ഏകദേശം 55%, അനൌദ്യോഗികമായ കണക്കുകൾ പ്രകാരം 60%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയും മകനും BJPയുടെ മുതിർന്ന നേതാവ് പ്രേംകുമാർ, നിതീഷ് കുമാർ നിയമസഭയിൽ സ്പീക്കറായിരുന്ന ഉദയ് നാരായൺ ചൗധരി തുടങ്ങിയ പ്രമുഖരാണ് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇന്ന് ജനവിധി തേടിയത്. വോട്ടെടുപ്പ് നടന്ന കെയ്മൂർ, റോഹ്താസ്, ആർവാൾ, ജഹനബാദ്, ഔറംഗാബാദ്, ഗയ തുടങ്ങിയ ജില്ലകളിൽ നക്സൽ ഭീഷണി നിലനിന്നു. അതുകൊണ്ട് തന്നെ കർശന സുരക്ഷ തന്നെ ഇന്ന് ഏർപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ചില സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിന് മാവോയിസ്റ്റുകൾ ആഹ്വാനം ചെയ്തു. പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പോളിംഗ് ഉണ്ടായി. അതായത് മാവോയിസ്റ്റുകളുടെ ആ ഭീഷണി ജനം തള്ളിക്കളഞ്ഞു എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ വോട്ടിംഗ് 3 മണിയോടുകൂടി നക്സൽ ഭീഷണിയുള്ള ഈ മേഖലകളിലെ വോട്ടിംഗ് സമാപിച്ചു. അതിനുശേഷം 5 മണിയോടുകൂടിയാണ് ബാക്കിയുള്ള 11 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് സമാപിച്ചത്. ഇത്തവണയും കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിന് സമാനമായി സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും ജഹനാബാദിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന ഒരു CRP ഉദ്യോഗസ്ഥന് വെടിയേറ്റു. കൂടാതെ ഒരു ബൂത്തിൽ ബോംബ് കണ്ടെത്തുകയും ചെയ്തു. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ വോട്ടിംഗ് പുരോഗമിച്ചു. ഇപ്പോൾ സമാപിക്കുകയും ചെയ്തു. മൂന്നാം ഘട്ടം ഈ മാസം 28-ാം തീയതി 50 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കും. അരുൺ.